ألم نجعل الأرض كفاتا أحياء وأمواتا وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا ويل يومئذ للمكذبين. ഒരുപക്ഷേ പാരായണം ഇങ്ങനെ പാരായണം ചെയ്തതുകൊണ്ട്, ഇതിനേക്കാൾ നന്നായി പാരായണം ചെയ്യുന്ന ആൾ പാരായണം ചെയ്താൽ ഇതിനേക്കാൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും, നമുക്ക് ആസ്വദിക്കാൻ കഴിയും, ചെയ്യുന്ന ആൾക്കും കേൾക്കുന്നവർക്കും ആസ്വദിക്കാൻ കഴിയും. പക്ഷേ ഇതിലപ്പുറം ഒന്നുകൂടെ ആസ്വദിക്കാം ഈ വചനത്തെ. ഇതിന്റെ അർത്ഥതലം അറിയുന്ന ആളുകൾ ഒന്നുകൂടെ ആഴത്തിലേക്ക്, ഭൂമിയെക്കുറിച്ച് തൗഹീദ് സംസാരിച്ചപ്പോൾ പലരും പലതും സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ വിശുദ്ധ ഖുർആൻ ഭൂമിയെക്കുറിച്ച് സംസാരിച്ച ഈ ഒരു പ്രയോഗം പലപ്പോഴും കേൾക്കാറില്ല. എന്താണ് ഈ ചോദ്യം? എന്താണ് ഇതിന്റെ അർത്ഥഗർഭം? അലം നജ്അലിൽ അർദ കിഫാതാ, ഭൂമിയെ നാം പാകതയുള്ളത്, ഉൾക്കൊള്ളുന്നത്, മതിയായത് ആക്കിയിട്ടില്ലേ? എന്തിന് പാകതയുള്ളത്? അർത്ഥം പൂർണ്ണമായില്ല. അഹ്യാഅൻ വ അംവാതാ, ജീവനുള്ളവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളാൻ പാകതയുള്ളതാക്കിയില്ലേ? എന്നിട്ടും നാം ആലോചിക്കുന്നില്ല. നോക്കും സഹോദരങ്ങളെ, ഇന്നലെ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കോടാനക്കോടി മനുഷ്യർ മരിച്ചു വീണിട്ടുണ്ട്. അവരെല്ലാം ഈ ഭൂമിയിൽ 6 അടി താഴ്ചയിൽ മാത്രം അടക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, ഇതര ജീവജാലങ്ങളും 6 അടി താഴ്ചയിലെ നാം താഴ്ത്തി വെച്ചിട്ടുള്ളൂ. വലിയ കുഴികളോ കിടങ്ങുകളോ കുഴിച്ചിട്ടല്ല വെച്ചത്. പക്ഷേ അതിന്റെ പേരിൽ ഇന്നേ വരെ ഈ 6 അടി താഴ്ചയിലെ മനുഷ്യ ശരീരങ്ങൾ, മൃതശരീരങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ നമ്മുടെ തേങ്ങയുടെ വെള്ളത്തിനോ, നമ്മുടെ പേരക്കയുടെ ടേസ്റ്റിനോ, നമ്മുടെ കർമൂസയുടെ പപ്പായയുടെ ടേസ്റ്റിനോ യാതൊരു വ്യത്യാസവും രുചിഭേദവും സംഭവിച്ചിട്ടില്ല. നമുക്ക് മേലെ ജീവനോടുകൂടെ ജീവിച്ചു പോകാൻ യാതൊരു തടസ്സവും ഇല്ല. വളരെ സന്തോഷമാണ്. ജീവനുള്ളവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളാൻ ഒരേപോലെ പാകതയുള്ളതായി ഈ ഭൂമിയെ സംവിധാനിച്ചിട്ടില്ലേ എന്ന ചോദ്യം ആശയതലത്തിൽ കേൾക്കുമ്പോൾ, അത് അർത്ഥമറിയുന്നതോടൊപ്പം തജ്വീദോടുകൂടെ കേൾക്കുമ്പോ എത്ര ഹൃദ്യമായിരിക്കും. പിന്നെ സൂറത്തുർ റഹ്മാൻ 55-ാം അധ്യായം, സൂറത്തുർ റഹ്മാനിലെ 31 പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ഒരു സൂക്തമുണ്ട്. ഏതാണത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 31 ആയത്തും കൂടെ റഹ്മാൻ ഒന്നാകെ ഒരൊറ്റ റക്അത്തിൽ തറാവീഹിന് ഇമാം ഓതിയിട്ട് ഇന്നേ വരെ ദുനിയാവിൽ ഒരൊറ്റ മാമൂമും പോയി പറഞ്ഞിട്ടില്ല. ഒരായത്ത് ഓതി 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 മനുഷ്യനെ എടങ്ങറാക്കി കേട്ടുമെടുത്തുന്ന ഒരൊറ്റ മാമൂമും പറഞ്ഞില്ല. ആരാ പറഞ്ഞോ? പറയില്ല. എന്തേ കാരണം? അത് ഇതിന്റെ പാരായണ വശ്യത ഒന്ന്. രണ്ടാമത്തേത്, ഈ 31 പ്രാവശ്യവും പറഞ്ഞതിന്റെ മേലെ മേലെ ചില പ്രകൃതി പ്രതിഭാസങ്ങളെ, അത്ഭുത പ്രതിഭാസങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്താണ് ചോദ്യം? മറജൽ ബഹ്റൈൻ, ഭൂമിക്കടിയിലൂടെ സമുദ്രത്തെ അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്നു. 2 സമുദ്രങ്ങൾ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 2 തരം ജലമുണ്ട്. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്ത് പറഞ്ഞതുപോലെ, ഹാദാ അദ്ബുൻ ഫുറാത്ത്, ഇത് ക്ലിയർ വെള്ളമാണ്, തനി പച്ചവെള്ളമാണ്. വഹാദാ മിൽഹുൻ ഉജാജ്, ഇത് കൈപ്പരസമുള്ള അല്ലെങ്കിൽ ഉപ്പുപുളിയുള്ള വെള്ളമാണ്. ഇങ്ങനെ 2 തരം ജലാശയങ്ങൾ ഭൂമിക്കടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവ രണ്ടും കൂടി കലർന്നു പോകാതിരിക്കാൻ നാം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലെ പ്രത്യേകമായ ഒരു മറ സംവിധാനിച്ചിരിക്കുന്നു. ഇനിയും എന്തേ അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് കൂട്ടരെ നിങ്ങൾ തള്ളിപ്പറയുന്നത് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. അതുകൊണ്ട് ആർക്കും മടുപ്പുളവാകുന്നില്ല.
സഹോദരങ്ങളെ, സൂറത്തുൽ വാഖിയ 56-ാം അധ്യായത്തിൽ 4 ചോദ്യങ്ങളുണ്ട്. ആ 4 ചോദ്യം ഭംഗിയായി ഇമാമു പാരായണം ചെയ്യുമ്പോൾ പകുതി 50% നമ്മൾ ആസ്വദിക്കും. പക്ഷേ അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാകുമ്പോൾ 100% ആസ്വദിക്കാൻ കഴിയും. ഏതെന്നല്ലേ ആ വചനം? ഖുർആൻ ലേണിംഗ് പഠിതാക്കളായ നിങ്ങളിൽ പലർക്കും അത് പറഞ്ഞു തരേണ്ടതില്ല. എങ്കിലും ആ വചനങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വചനങ്ങൾ: അഫറഅയ്തും മാ തുംനൂൻ. പാരായണത്തിന്റെ ആസ്വാദനം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചത്. ഇനി അതിന്റെ അർത്ഥം, നിങ്ങൾ ഓരോരുത്തരും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് ചോദ്യം എന്താണെന്നറിയോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങളാണോ അത് സൃഷ്ടിക്കുന്നത്, അതല്ല നാമാണോ? ആലോചിച്ചാൽ ഉത്തരം പറയും, ഞങ്ങളല്ല പടച്ചോനെ എന്ന്. ചോദ്യമാണ്. സത്യനിഷേധികളായ ആളുകളുടെ മുമ്പിൽ പടച്ചോൻ വെക്കുന്ന സൂറത്തു വാഖിയയിലെ 4 ചോദ്യങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ ചോദ്യം: അഫറഅയ്തും മാ തഹ്റുസൂൻ. നിങ്ങൾ ചെയ്യുന്ന കൃഷിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങളാണോ അത് മുളപ്പിക്കുന്നത്, അതല്ല നാമാണോ? നാം നട്ടു നനച്ചുണ്ടാക്കിയ ഏറ്റവും മുന്തിയ തനം വിത്തിൽ നിന്ന് പടർന്ന് പന്തലിച്ചതിലെ ഒരൊറ്റ കൈപ്പയും നമുക്ക് കറിവെക്കാൻ കിട്ടിയില്ല. പക്ഷേ ഉമ്മ കറിവെക്കാൻ എടുത്തതിൽ നിന്ന് പഴുത്തുപോയ ഒരു ഭാഗം കളഞ്ഞെടുത്ത് കുപ്പയിൽ പൊങ്ങി അവിടെ നിന്ന് ഏതോ ഒരു മരത്തിലേക്ക് ചാഞ്ഞ് പന്തലിച്ചു പോയ കൈപ്പവള്ളിയിലെ കൈപ്പ എത്ര സമൃദ്ധം! ആരാണിത് മുളപ്പിക്കുന്നത്? ആരാണ് വിഭവം നൽകാൻ കഴിയുന്നവൻ? നിങ്ങൾക്ക് സാധ്യമല്ല, പടച്ചോനെ നീ തന്നെ എന്ന് മറുപടി അർത്ഥതലം മനസ്സിലാകുമ്പോൾ ആസ്വദിച്ച് പറയാൻ കഴിയും. മൂന്നാമത്തെ ചോദ്യം: അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ കാർമേഘങ്ങളിൽ നിന്ന് അത് പെയ്യിക്കുന്നവൻ, അതല്ല നാമാണോ? 2 ദിവസം മുമ്പ് മഴക്കാലത്തെ വേനൽ അനുഭവിച്ച് പ്രയാസപ്പെട്ടപ്പോ H2O എടുത്തിട്ട് വെള്ളമുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചോ? സാധ്യമല്ലാത്തത് കൊണ്ട് അതിന് ശ്രമിച്ചില്ല. വെള്ളത്തെ വിഘടിപ്പിച്ചാൽ H2O ആണ് ഉണ്ടാകുന്നത് എന്ന് വിഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ അതൊന്ന് ഘടിപ്പിച്ച് വെള്ളത്തിന്റെ ഒരു തുള്ളി ഉണ്ടാക്കാൻ ലോകത്തിന് സാധിച്ചിട്ടില്ല. അള്ളാന്റെ ചോദ്യം: നിങ്ങളാണോ അതുണ്ടാക്കുന്നത്, അതല്ല നാമാണോ പെയ്തിറക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അർത്ഥതലവും തജ്വീദും പാലിക്കപ്പെടുമ്പോ ഹൃദ്യത അനുഭവപ്പെടും, ഉൾക്കൊള്ളും. ഖുർആൻ നമ്മെ കീഴടക്കും. നാലാമത്തെ ചോദ്യം: അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ. നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സ്ത്രീകളെ, നിങ്ങൾ തീയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻസിഊൻ. അതിന്റെ ഇന്ധനത്തെ, അതിന്റെ തടിയെ, മരത്തെ ഉണ്ടാക്കുന്നത് നാമാണോ, നിങ്ങളാണോ?